പൊൻകുന്നത്തും വൈക്കത്തും ശബരിമല തീർത്ഥാടകരുടെ പ്രതിഷേധം. ഭക്തർ റോഡിൽ കിടന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എരുമേലിയിൽ വാഹനങ്ങൾ കടത്തിവിടാത്തതിനാൽ കാഞ്ഞിരപ്പള്ളി, പാല, പൊൻകുന്നം, എരുമേലി, മുണ്ടക്കയം എന്നിവിടങ്ങളിലും തീർത്ഥാടക വാഹനങ്ങൾ പോലീസ് തടഞ്ഞു. എരുമേലിയിൽ വാഹനം തടഞ്ഞതിൽ അയ്യപ്പ ഭക്തർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. നട അടയ്ക്കും മുൻപേ ദർശനം സാധ്യമാകുമോ എന്ന ആശങ്കയിലാണ് ഭക്തർ. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേർന്നുണ്ട്. മിഥുൻ, വളരെ വലിയൊരു പ്രതിഷേധം ഭക്തരുടെ ഭാഗത്ത് നിന്നുണ്ടാവുകയാണ്. മുൻപത്തേതുപോലെ വീണ്ടും ഭക്തരുടെ വാഹനങ്ങൾ പലയിടങ്ങളിലും മണിക്കൂറുകളോളം തടഞ്ഞിടുന്ന ഒരു സാഹചര്യം എങ്ങനെ നോക്കിക്കാണാം? പ്രധാനമായും ഭക്തർ അഭിമുഖീകരിക്കുന്ന പ്രശ്നം ഈ മണ്ഡലമാസ പൂജകൾക്ക് ശേഷം നട അടയ്ക്കുന്ന 27-ാം തീയതിക്ക് മുമ്പ് തന്നെ ഈ ദർശനം പൂർത്തിയാക്കാൻ സാധിക്കുമോ എന്നുള്ള സംശയമാണ് ഇത്തരത്തിൽ വലിയ അസ്വാരസ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിലപാടിലേക്ക് അയ്യപ്പന്മാരെ എത്തിച്ചിരിക്കുന്നത്. പോലീസുമായി പലയിടത്തും വാക്കുതർക്കം ഉണ്ടാകുന്നു. അത്തരത്തിൽ പ്രതിഷേധത്തിൻ്റെതായിട്ടുള്ള രീതിയിലേക്ക് മാറുന്നു. റോഡ് ഉപരോധിക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നു. അത്തരത്തിൽ വലിയ ഈ തീർത്ഥാടക പാത മുഴുവൻ ഇത്തരത്തിൽ സംഘർഷഭരിതമാവുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി, അതായത് ഇന്നലെ രാത്രി മുതൽ തന്നെ തിരക്ക് ശക്തമായിരുന്നു. എരുമേലിയിലും മറ്റിടങ്ങളിലെല്ലാം തിരക്ക് ശക്തമായിരുന്നു. ഇതോടുകൂടി നിലയ്ക്കലിലേക്കുള്ള വാഹനങ്ങളുടെ ഒഴുക്ക് വർദ്ധിച്ചതോടെ മറ്റിടങ്ങളിൽ, അതായത് വൈക്കം, കാഞ്ഞിരപ്പള്ളി, പാല, മുണ്ടക്കയം ഉൾപ്പെടെയുള്ള മേഖലകളിൽ വാഹനങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ് പോലീസ് ചെയ്തത്. പക്ഷേ ഇവിടങ്ങളിലാകട്ടെ വീണ്ടും വലിയ മണിക്കൂറുകൾ റോഡിൽ ക്യൂ നിൽക്കേണ്ട അവസ്ഥ പലയിടത്തും വന്നു. ഇതുകൊണ്ടാണ് വലിയ ഗതാഗത കുരുക്കിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയത്. ഇപ്പോൾ നിയന്ത്രിതമായി മണിക്കൂറുകൾ ഇടവിട്ടുകൊണ്ട് അല്പാൽപമായി മാത്രമാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് വഴിവെച്ചിരിക്കുകയാണ്. പ്രധാനമായും അലട്ടുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തീർത്ഥാടനം പൂർത്തിയാക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു സംശയമാണ് ഭക്തരെല്ലാം തന്നെ ഉന്നയിക്കുന്നത്. കാരണം തന്നെ യാത്രാ പദ്ധതികളെല്ലാം തന്നെ മുഴുവൻ പാളുന്ന ഒരവസ്ഥയാണ് മുൻ വർഷങ്ങളെക്കാൾ അപേക്ഷിച്ച് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭക്തരെല്ലാം തന്നെ തികഞ്ഞ ആശങ്കയിലാണ്.